പറു, അമ്മ എല്ലാം ക്ഷമിച്ചില്ലേ? കഴിഞ്ഞൊക്കെ മറക്കുകയും ചെയ്തു. എന്നിട്ടും പാറുവിനൊരു സന്തോഷമില്ലല്ലോ ഇപ്പോഴും. ഇനിയിപ്പോ അമ്മാവന്റെ അപ്പച്ചിയുടെ മുമ്പില് നാടകം കളിക്കാനുള്ള പ്രയാസമാണോ? ഏയ്, അതൊന്നുമല്ല. പിന്നെന്താ മനസ്സില്? അല്ല, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് വിരുന്നിന് പോവണ്ട ഗിരിയേട്ടാ. എനിക്കതിന് താല്പര്യമില്ല. എന്തുപറ്റി? അമ്മ സന്തോഷത്തോടെ വിളിക്കുന്നല്ലേ, അപ്പൊ പോവായിരുന്നു എങ്ങനെ? മാത്രമല്ല, പാറുവിനെയും കൂട്ടി വരാന്ന് ഞാൻ അമ്മാവനും അപ്പച്ചിക്കും വാക്കു കൊടുത്തതാ. അച്ഛനെല്ലാം മറന്നു ഗിരിയേട്ടന് ഉറപ്പാണോ? അതിനെന്താ സംശയം? കഴിഞ്ഞൊക്കെ കഴിഞ്ഞുവെന്ന് അമ്മ എന്റെ മുഖത്ത് നോക്കി നേരിട്ട് പറഞ്ഞല്ലേ. എനിക്കതത്ര വിശ്വാസം പോരാ. അറു, സംശയിക്കേണ്ട ഒരു കാര്യമില്ല. മനസ്സിലൊന്നും വച്ചിട്ടല്ല അമ്മ നമ്മളെ വിരുന്നിന് ക്ഷണിക്കുന്നത്. അതങ്ങനെ തന്നെയാ, ഉറപ്പായിട്ടും. ഗിരിയേട്ടൻ എന്റെ അച്ഛന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന മറ്റൊരു മുഖം കൂടി അച്ഛനുണ്ട്. ഗിരിയേട്ടൻ അത് കണ്ടിട്ടില്ല. ഗിരിയേട്ടൻ എന്നല്ല, ഞാനും അമ്മയൊഴികെ കരുനെല്ലിക്കാവിൽ ആരും ആ മുഖം കണ്ടിട്ടില്ല. പാറുവിന് അമ്മഹനോടുള്ള പേടിയുണ്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എനിക്ക് പേടിയല്ല, ആ മനുഷ്യനോട് വെറുപ്പാ. പാറുവിന്റെ അച്ഛനെ കുറിച്ച് എങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആലോചിക്കണം. എത്ര വെറുപ്പുണ്ടെങ്കിലും അതൊന്നും മനസ്സിൽ കൊണ്ട് അടക്കരുത്. അതൊക്കെ മറന്നു കളയണം. ഇത്രയും കാലം ഞാൻ അനുഭവിച്ചൊന്നും പെട്ടെന്ന് മറക്കാനാവില്ല ഗിരിയേട്ട. പാറു അമ്മാവന് ഇത്തിരി വാശിയും കർക്കശമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പാറുവിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ. അങ്ങനെ വേണം ചിന്തിക്കാൻ, അല്ലേ? പാറു, ഓക്കെ, എന്റെ അനിയത്തിമാരെ എനിക്ക് ജീവന എന്ന് കരുതി ഞാൻ ഇടയ്ക്കൊക്കെ അവരെ ശാസിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നില്ലേ? ആന്തിന അവരുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ? അങ്ങനല്ലേ? ഇതെങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്? ഒരു കാര്യം മാത്രം ഞാൻ പറയാം, ആരെയും ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. പാറു, ഒരു കാര്യം ഞാൻ പറയാം, അമ്മാവനെ വിശ്വസിക്കാം, കണ്ണടച്ച് തന്നെ വിശ്വസിക്കാം. അമ്മാവനോടുള്ള സ്നേഹവും ഭക്തിയും കൊണ്ട് ഗിരിയേട്ടനെ കണ്ണ് കാണാതായിരിക്കുക. ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പഴയ തിരുത്താം. പാറു എന്താ ആലോചിക്കുന്നത്? നമുക്ക് അമ്മാവനോടുള്ള വെറുപ്പും വിദ്വേഷവും കളഞ്ഞിട്ട് വിരുന്നിന് പോവാം. ശരി, ഗിരിയേട്ടന്റെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ വിരുന്നിന് വരാം. അത് കേട്ടാ മതി, അത് മതി. നാളെ നമ്മള് പടനിലത്തെത്തുമ്പോ അമ്മാവനെ കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും പാറുവിന് മാറിക്കോളും, അത് ഉറപ്പാണ്. പക്ഷെ നമ്മൾ വിരുന്നിന് പോകുമ്പോ ഞാൻ പറയുന്ന ചില നിബന്ധനകൾ ഗിരിയേട്ടൻ അനുസരിക്കണം. പാറു പറഞ്ഞു. പാറു പറയുന്ന എന്ത് ഞാൻ കേൾക്കാറില്ലേ? പറഞ്ഞു. അവിടെ എത്തിയ ഗിരിയേട്ടൻ ഒരിക്കലും ഒരു പാവത്താനെ പോലെ നിൽക്കരുത്. അച്ഛന്റെ കാൽ കീഴിലെ അടിമയെ പോലെ വണങ്ങി നിൽക്കരുത്. വേണ്ടെന്ന് പറ. ആചാരങ്ങൾ ലംഘിക്കാൻ പാടില്ല, അത് ദോഷമാണ്. ചെല്ല്, കേറി നിൽക്ക്. അച്ഛാ, അച്ഛൻ ഗിരിയുടെ കാല് കഴുകണ്ട, ഞാൻ കഴുകാം.
അതെന്റെ അവകാശം. ഞാൻ ചെയ്യാം. അല്ല, അമ്മാവ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കേറി വാ.